വീഴാതെ സൂക്ഷിക്കുന്ന ദൈവം. എല്ലാവരും തുടർച്ചയായിട്ട് വചനപ്രഭാതം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. നമ്മൾ നിത്യ രാജ്യത്തിലേക്കുള്ള യാത്രക്കാരാണ്. യാത്ര തീർന്നവർ ഇവിടം വിട്ടു പോകുന്നു. നമ്മൾ ഒരുമിച്ച് കുറച്ചു കാലം കൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. വചനം ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. വചനത്തോട് ചേർന്ന് നിൽക്കാം. ഇന്നത്തെ പ്രഭാതത്തിൽ പൗർവിഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ധാരാളം വചനങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. നമ്മൾ ധ്യാനിച്ചു വന്നത് 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലാണ്. ദൈവമേ, എൻ്റെ നടപ്പ് അങ്ങയുടെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാല് വഴുതിയില്ല. അതിനെക്കുറിച്ച് വന്ന് നമ്മൾ കാല് വഴുതാതെ ഇരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഇങ്ങനെ വന്നപ്പോൾ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവം എന്ന ഒരു ദൂത് കൈമാറാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് യൂദായുടെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സുള്ള സന്നിധിയിൽ മഹാ ആനന്ദത്തോടെ കളങ്കമറ്റവരായി നിർത്താൻ കഴിവുള്ള ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് തന്നെ സർവകാലങ്ങൾക്ക് മുമ്പും ഇപ്പോഴും എന്നേക്കും തേജസ്സും മഹിമയും ബലവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Give praise to the God who is able to keep you from falling into sin. അതാണ് കറക്റ്റ്. പാപത്തിൽ വീഴാതെ നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നിരന്തരം സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരിക്കുവീൻ. He will bring you into his heavenly glory without any fault. Amen. He will bring you into his heavenly glory without any fault. അവൻ നമ്മളെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഒരു ഫോൾട്ടും ഇല്ലാതെ കൊണ്ടുപോകും. നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറക്കെ ഹല്ലേലൂയ എന്ന് പറഞ്ഞോളൂ. എനിക്ക് സന്തോഷം വരുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണ്. കാരണം ഫോൾട്ടില്ലാതെ ഒന്നും ഇവിടെ ജീവിക്കുന്ന ആരുമില്ല. എന്നാൽ കർത്താവ് പറയുക, ഞാൻ നിന്നെ ഒരു ഫോൾട്ടില്ലാതെ അവിടെ എത്തിക്കും മോനെ, നീ എൻ്റെ കൂടെ നിൽക്കുക. ഐ വിൽ. He will bring you into his heavenly glory without any fault. He will bring you there with great joy. He will bring you there with great joy. അവൻ നമ്മളെ സ്വർഗത്തിലെത്തിക്കും, ഭയങ്കര സന്തോഷത്തോടെ എത്തിക്കും. വീഴാതെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. അതിനൊരു മറുവശമുണ്ട്, നമ്മളെ സൂക്ഷിക്കണം. എന്നാൽ ഈ പ്രഭാഷകരൊരു ഇച്ചിരി ദോഷം ചെയ്യുന്നുണ്ട്. അത് ദൈവം എല്ലാം വെച്ചിട്ടുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അവരത് പറയട്ടെ, ഞാനിത് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര് പോകും? ഈ പറഞ്ഞ് പേടിപ്പിക്കുക. ദൈവത്തിൻ്റെ 10 ഇരട്ടി സ്ട്രിക്റ്റാണ് ഉപദേശിമാർ. ചിലരങ്ങ് ഭയങ്കര ലൂസുമാണ്. എല്ലാം കൃപയാണ്, സ്നേഹമാണ്. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവവും വചനത്തിൻ്റെ പിൻബലത്തോടെ പറയാൻ, നമ്മളെ എത്ര സൂക്ഷിച്ചാലും ഫോൾട്ടില്ലാതെ സ്വർഗത്തിൽ പോകാൻ നോക്കത്തില്ല. എന്നാൽ ഈ വാക്യം നിങ്ങൾക്ക് ധൈര്യം തരികയാണ്. ഇംഗ്ലീഷിൽ തന്നെ വായിക്കട്ടെ. Give praise to the God who is able to keep you from falling into sin. പാപത്തിൽ വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. He will bring you in his heavenly glory without any fault. He will bring you there with great joy. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ വചനത്തിൽ ഉറയ്ക്കട്ടെ.
വീഴാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ